Welcome to my YouTube channel. നമ്മുടെ ഇടയിൽ കുറേ പേര് വായിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ടി വന്നാൽ പിന്നെ വന്നിട്ട് നമ്മൾ വായിച്ചു നിർത്തിയത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ? നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ബുക്ക് മാർക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ബുക്ക് മാർക്കാണ്. അതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് എന്ന ഒരു പീസ് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ചെയ്ത്. ഇനി അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളറിലും വൈറ്റ് കളറിലും കുറച്ച് ഫ്ലവേഴ്സ്. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്തായിട്ട് ഒരു ഹോൾ ഇടണം. അതിനു വേണ്ടി ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനം ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുത്താൽ, എന്നിട്ട് എന്തെങ്കിലും ഒരു നൂല് എന്തെങ്കിലും ഇട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ആദ്യത്തെ ബുക്ക് മാർക്ക് സെറ്റായി. ഇനി രണ്ടാമത്തെ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഒരു ഐവറി ഷീറ്റ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എഡ്ജസൊക്കെ ഒന്ന് ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിൽ നമ്മുടെ പൂച്ചേൻ്റെ ഒക്കെ കാലില്ലേ ആ രീതിക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പെയിൻറ് ചെയ്യണം. ആദ്യം ഞാൻ സ്കെച്ച് പെൻ വെച്ച് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. അവസാനം നമ്മുടെ അക്രിലിക് പെയിൻറ് തന്നെ അടിച്ചു. അപ്പം നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെയായിട്ട് യു പോസ്റ്റ് ഹിയറിനോട് എഴുതി കൊടുത്തു. എങ്ങനെയുണ്ട്? ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ? ഇനി നമ്മുടെ അടുത്ത ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഐവറി ഷീറ്റിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഹാർട്ട്സ് അതിനുള്ളിലായിട്ട് വരച്ചു കൊടുക്കുക. ഇനി ആ ഹാർട്ട്സ് മാത്രം അതിനുള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് ഇങ്ങനെ കിട്ടും. ഇനി ഒരു പിങ്ക് ഹൈലൈറ്റർ വെച്ചിട്ട് ഈ കാണുന്ന രീതിക്ക് കുറച്ച് ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് മുത്ത് വെച്ചിട്ട് ആ ഹാർട്ടിന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. വൈറ്റ് ബീഡ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിരിക്കുക. എന്തെങ്കിലും അതില്ലാത്തതുകൊണ്ടാണ്. ഇനി അതിന് മുകളിലൊരു ഹോളോടെ ഇട്ടിട്ട് ഒരു റിബൺ കെട്ടി കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബുക്ക് മാർക്ക് സെറ്റ്. ക്യൂട്ട് ബുക്ക് മാർക്ക് ഉണ്ടാക്കിയ സ്ഥിതിക്ക് അടുത്ത നമുക്ക് വിൻറ്റേജ് പിടിച്ചാലോ? അതിനു വേണ്ടി ഇങ്ങനൊരു പേപ്പർ എടുത്തിട്ടുള്ളത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ബ്രൗൺ കളർ കവറില്ലേ, അതെടുത്താൽ മതി. അത് ഈ കാണുന്ന രീതിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുള്ളിലായിട്ട് ഈ കാണുന്ന രീതിക്ക് കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പാണ്. അത് ഈ കാണുന്ന രീതിക്ക് ഒരു സൈഡിൽ മാത്രം ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് വലിയ സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ് 2-3 വട്ടം ഒട്ടിക്കേണ്ടി വന്നത്. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് വേണം. എൻ്റെ കയ്യിൽ ഓൾറെഡി കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഈ കാണുന്ന രീതിക്ക് വെച്ചു കൊടുത്തു. ഇനി അതിന് പുറത്തുകൂടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള ബുക്ക് മാർക്ക് നോക്കാം. വൺ ഓഫ് മൈ ഫേവറേറ്റാണ്. ഇങ്ങനെ ഒരു ബ്ലാക്ക് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വൈറ്റ്നർ വെച്ചിട്ട് ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക. പിന്നെ ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തണ്ടും ഇലയും കൂടെ വരയ്ക്കുക. നടുവിലായിട്ട് ഒരു യെല്ലോ ഡോട്ട് കൂടെ വയ്ക്കുക. അപ്പം തന്നെ കാണാൻ ഭയങ്കര ലുക്കായിരുന്നു. ഇനി അതിൻ്റെ അടിയിലായിട്ട് പീസെന്ന് കൂടെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് ഭയങ്കര സിമ്പിളായിട്ടുള്ള ബുക്ക് മാർക്കാണ്, പക്ഷെ ഭയങ്കര ക്ലാസി ലുക്കായിരുന്നു. നമുക്ക് എല്ലാവർക്കും റീഡിങ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും. അവർക്കൊക്കെ ഇത് ഗിഫ്റ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളൊരാൾക്ക് അവരുടെ മനസ്സറിഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ ആരും മറക്കണ്ട. ഈ 5 ബുക്ക് മാർക്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ്? കമൻറ്റ് കൂടെ ചെയ്തേക്കാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.